പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ത്വക്ക് രോഗ പരിശോധന ക്യാമ്പുകൾക്ക് തുടക്കമായി. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഷൈനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആദർശ് എന്നിവരടങ്ങുന്ന ടീം നേതൃത്വം നൽകി. അനവധി ത്വക്ക് രോഗങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ ലെപ്രസി മുതലായ രോഗങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇ.ടി. സുരേഷ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ അജീന ജബ്ബാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ നമ്മുടെ ജനങ്ങൾ കൂടുതൽ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പ്രവർത്തന സജ്ജമായിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ താലൂക്ക് ആശുപത്രി ആയിരുന്നാലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നാലും സബ് സെൻ്ററുകളായിരുന്നാലും അവിടെയൊക്കെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ, ജനങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അതിനുതകുന്ന മെഡിക്കൽ ടീമിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത്തരം സ്ഥാപനങ്ങൾ നടത്തി വരുന്നത്. അതുപോലെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിൽ ഒരു കാലത്ത് ലെപ്രസി വളരെ വ്യാപകമായി കണ്ടിരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രകടപരമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ അത് പരിശോധിക്കപ്പെടാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതായിട്ടാണ് നമ്മുടെ അനുഭവം. പൊന്നാനിയിൽ ലെപ്രസി കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഒരു കാലത്ത് പ്രവർത്തിച്ചു. ഇപ്പോൾ പുതിയ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെയും ആർദ്രകേരളം പദ്ധതിയുടെയും ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ആശാപ്രവർത്തകരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യബേരി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീടാന്തരം കയറി അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി കണക്കെടുത്ത് അവർക്ക് ആവശ്യമായിട്ട് ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ക്യാമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രി ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഷൈനി വിശദീകരിച്ചു. പൊന്നാനി താലൂക്ക് ആശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. തുടർന്നും വിവിധയിടങ്ങളിലും ക്യാമ്പ് നടക്കും. PGTV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.